സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഓം നമസ്തേ സർവശക്തായ നിത്യായ പരമാത്മനെ പുരുഷായ ആദിബീജായ പരേശായ നമോ നമഃ. തസ്മൈ നമോ ഭഗവതേ നിർവാണസുഖദായിനി സർവപാപഹരായ ആര്യദാതായ ആനന്ദമൂർത്തയേ ഭൂരികാരുണ്യയുക്തായ നിത്യായ പരമാത്മനെ ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവാധാരായ സാക്ഷിണേ ആനന്ദരൂപിണം ശാന്തം ഘോരസംസാരതാരകം സൃഷ്ടിസ്ഥിത്യന്തരൂപം തം ശാസ്താരം പ്രണതോസ്മ്യഹം. നമപരായ ഗോപ്ത്രേസ്തു താരകബ്രഹ്മരൂപിണി ആര്യതാതായ ദേവായ ഭൂതനാഥായ തേ നമഃ. ശ്രീഭൂതനാഥായ നമഃ, ശ്രീഭൂതനാഥായ നമഃ, ശ്രീഭൂതനാഥായ നമഃ. ഇന്ന് നമ്മൾ വിചാരം ചെയ്യുന്നത് ഹരിവരാസന കീർത്തനത്തിലെ 5-ാമത്തെ ശ്ലോകമാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളായി നമ്മൾ ഹരിവരാസന കീർത്തനത്തിലെ ആദ്യത്തെ 4 ശ്ലോകങ്ങൾ വിചാരം ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് 5-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. 5-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: ത്രിഭുവനാർച്ചിതം ദേവതാത്മകം ത്രിനയനം പ്രഭും ദിവ്യദേശികം ത്രിദശപൂജിതം ചിന്തിതപ്രദം ഹരിഹരാത്മജം ദേവമാശ്രയേ. ത്രിഭുവനാർച്ചിതം ദേവതാത്മകം ത്രിനയനം പ്രഭും ദിവ്യദേശികം ത്രിദശപൂജിതം ചിന്തിതപ്രദം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഇതിൽ നമുക്ക് അറിയേണ്ട പദങ്ങൾ ത്രിഭുവനാർച്ചിതം, ദേവതാത്മകം, ത്രിനയനം, ത്രിനയനം പ്രഭും ദിവ്യദേശികം, ത്രിദശപൂജിതം ചിന്തിതപ്രദം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഹരിഹരാത്മജം ദേവമാശ്രയേ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ 8 ശ്ലോകങ്ങളിലും 4-ാമത്തെ വരിയായി വരുന്നത് ഹരിഹരാത്മജം ദേവമാശ്രയേ എന്നതാണ്. ഹരിഹരപുത്രനായ ധർമ്മശാസ്താവിനെ ശരണം പ്രാപിക്കുന്നു എന്നർത്ഥം. ആദ്യത്തെ പദം ത്രിഭുവനാർച്ചിതം. ഇതിൽ ത്രിഭുവനം എന്നാൽ സ്വർഗം, ഭൂമി, പാതാളം എന്നീ ലോകങ്ങളാണ്. എന്നീ 3 ലോകങ്ങളെയാണ് നമ്മൾ ത്രിഭുവനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഇതിൽ സ്വർഗം, ഭൂമി, പാതാളം, അപ്പം ഇങ്ങനെ ഈ 3 ലോകങ്ങളിൽ തന്നെ സ്വർഗം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഭൂമിക്ക് മുകളിലുള്ള 6 ലോകങ്ങളെയാണ്. അതായത് ഭൂവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം എന്നിങ്ങനെ ഭൂമിക്ക് മുകളിലുള്ള 6 ലോകങ്ങളെയും കൂടെ ചേർത്താണ് നമ്മൾ സ്വർഗമെന്ന് പറയുന്നത്. പാതാള ലോകമെന്നാൽ ഭൂമിക്ക് താഴെയുള്ള 7 ലോകങ്ങൾ.
അതായത് അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം എന്നിങ്ങനെ. അപ്പോൾ ഭൂമിക്ക് മുകളിലുള്ള 6 ലോകങ്ങൾ, ഭൂമിക്ക് താഴെയുള്ള 7 ലോകങ്ങൾ, അങ്ങനെ 14 ലോകങ്ങൾ. ഈ 14 ലോകങ്ങളെയാണ് നമ്മൾ ത്രിഭുവനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ 14 ലോകങ്ങളിലുമുള്ള എല്ലാവരും അർച്ചിക്കുന്നവനാണ്, പൂജിക്കുന്നവനാണ് ധർമ്മശാസ്താവ്, ഭഗവാൻ എന്നർത്ഥം. അപ്പോൾ ത്രിഭുവനാർച്ചിതം എന്നാൽ 14 ലോകങ്ങളിലും വസിക്കുന്നവർ പൂജിക്കപ്പെടുന്നത് ധർമ്മശാസ്താവിനെയാണ്, പൂജിക്കുന്നത് ധർമ്മശാസ്താവിനെയാണ്. ഈ 14 ലോകങ്ങളിലും വസിക്കുന്നവരാൽ പൂജിക്കപ്പെടുന്നവനാണ് ധർമ്മശാസ്താവ് എന്നർത്ഥം. എല്ലാ ദേവന്മാരും അസുരന്മാരും മനുഷ്യരും പൂജിക്കുന്ന ദേവനാണ് ധർമ്മശാസ്താവ്. അതാണ് ത്രിഭുവനാർച്ചിതം എന്ന പദത്തിൻ്റെ അർത്ഥം. അടുത്തത് ദേവതാത്മകം എന്ന പദമാണ്. ദേവതാത്മകം എന്നാൽ ദേവതാ സ്വരൂപത്തോടു കൂടിയവൻ എന്നർത്ഥം. ദേവതാ സ്വരൂപത്തോടു കൂടിയവൻ എന്നർത്ഥം. അപ്പം എന്താണ് ഈ ദേവതകൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് പൂജിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള സൗകര്യാർത്ഥം നിർഗുണ ബ്രഹ്മത്തിന് സങ്കൽപ്പിക്കുന്ന സഗുണ രൂപങ്ങളാണ് ദേവതകൾ. അപ്പോൾ നമുക്ക് പൂജിക്കുവാനും ധ്യാനിക്കുവാനും സൗകര്യാർത്ഥമായിട്ട് നിർഗുണ ബ്രഹ്മത്തിന് നമ്മൾ സങ്കല്പിക്കുന്ന സഗുണ രൂപങ്ങളെയാണ് ദേവതകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം. അപ്പോൾ അഗ്നിയെ നമ്മൾ ദേവതയായിട്ടാണ് കരുതുന്നത്. അതേപോലെ അനേകം ദേവതകൾ നമുക്കുണ്ട്. കാരണം വിജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് പോലെ ഈ പ്രപഞ്ച ശക്തികളെയെല്ലാം മനുഷ്യ ജീവിതത്തിന് ആധാരമായ, സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്കെല്ലാം ആധാരമായ പ്രപഞ്ച ശക്തികളെ നമ്മൾ ദേവതാ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് വിശദമായി ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. അപ്പോൾ ത്രിഭുവനാർച്ചിതം, ദേവതാത്മകം എന്നീ 2 പദങ്ങളും കൂടെ ചേരുമ്പോൾ 14 ലോകങ്ങളിലും പൂജിക്കപ്പെടുന്ന സഗുണ ദേവതാ സ്വരൂപത്തോടു കൂടിയവനാണ് ഭഗവാൻ ധർമ്മശാസ്താവ് എന്നർത്ഥം. 14 ലോകങ്ങളിലും പൂജിക്കപ്പെടുന്ന സഗുണ ദേവതാ സങ്കല്പത്തോടു കൂടിയവനാണ് ഭഗവാൻ ധർമ്മശാസ്താവ് എന്ന് അർത്ഥം. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ത്രിഭുവനാർച്ചിതം, ദേവതാത്മകം, ദേവമാശ്രയി എന്നൊക്കെ നമ്മൾ ആ 3 പദങ്ങളുടെ ചേർത്ത് വെച്ചാലും അതിന് പൂർണ്ണമായ അർത്ഥം നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. 14 ലോകങ്ങളിലും പൂജിക്കപ്പെടുന്ന സഗുണദേവതാ സ്വരൂപത്തോടു കൂടിയ ഭഗവാനാണ് ധർമ്മശാസ്താവ്. ആ ധർമ്മശാസ്താവിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നർത്ഥം. അടുത്തതായി ത്രിനയനം അപ്രഭും എന്ന പദമാണ്. അതിൽ ത്രിനയനം എന്നാൽ നമുക്കെല്ലാം അറിയാം, പരമശിവനാണ്, മഹാദേവനാണ് ത്രിനയനൻ. അപ്പോൾ ധർമ്മശാസ്താവ് മഹാവിഷ്ണുവിൻ്റെയും ശിവന്റെയും ചൈതന്യങ്ങളുടെ സംയോഗമായതിനാൽ ഇവിടെ ത്രിനയനൻ എന്നത് നമ്മുടെ ഈ സന്ദർഭത്തിൽ ധർമ്മശാസ്താവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇവിടെ ത്രിനയനം ത്രിനയനൻ എന്നാൽ ധർമ്മശാസ്താവിനെ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രഭു എന്നാൽ ഈശ്വരന്മാരുടെ എല്ലാം ഈശ്വരൻ. അതിനാൽ ദേവന്മാരുടെ എല്ലാം ദേവനാണ് ധർമ്മശാസ്താവ് എന്ന് താല്പര്യം.
അപ്പോൾ ത്രിനയനം പ്രഭും എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ എല്ലാം ദേവനായ ധർമ്മശാസ്താവ് എന്ന് താല്പര്യം. അപ്പോൾ ത്രിനയനം പ്രഭും ആശ്രയേ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ എല്ലാം ദേവനായ ധർമ്മശാസ്താവിനെ അയ്യപ്പസ്വാമിയെ ഞാൻ ആശ്രയിക്കുന്നു, ശരണം പ്രാപിക്കുന്നു എന്നർത്ഥം. പിന്നീട് വരുന്ന പദമാണ് ദിവ്യദേശികം. ഇപ്പം ദേശികം എന്നാൽ ദേശസഞ്ചാരം ചെയ്ത് ശിഷ്യന്മാർക്ക് ജ്ഞാനോപദേശം നൽകുന്ന ആചാര്യനാണ്. അപ്പോൾ ദേശസഞ്ചാരം ചെയ്ത് ശിഷ്യന്മാർക്ക് ജ്ഞാനോപദേശം നൽകുന്ന ആചാര്യനാണ് ദേശികൻ. ദിവ്യമെന്നാൽ ദൈവികം അല്ലെങ്കിൽ അതിമാനുഷം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ദിവ്യദേശികൻ എന്നാൽ ആചാര്യന്മാരുടെ എല്ലാം ആചാര്യൻ എന്നർത്ഥം. അതായത് ലോകഗുരു എന്ന് നമുക്ക് സങ്കല്പിക്കാം. ഇപ്പം ശബരിമല ക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ ഇരുന്ന് ചിന്മുദ്രയിലൂടെ അനേക കോടി ഭക്തന്മാർക്ക് ആത്മജ്ഞാനം നൽകുന്ന ധർമ്മശാസ്താവ് വിശ്വഗുരു തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും തന്നെയില്ല. അപ്പോൾ ദിവ്യദേശികം എന്ന പദത്തിന് ആചാര്യന്മാരുടെ എല്ലാം ആചാര്യൻ, ലോകഗുരു അഥവാ വിശ്വഗുരു എന്ന അർത്ഥമെടുക്കാം. അത് ധർമ്മശാസ്താവ് തന്നെയാണ്. ദിവ്യദേശികം ദേവമാശ്രയേ എന്ന് പറയുമ്പോൾ ലോകത്തിന് മുഴുവൻ ഗുരുവും ആചാര്യനും ദിവ്യദേശികനുമായ ധർമ്മശാസ്താവിനെ, അയ്യപ്പസ്വാമിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നർത്ഥം. അടുത്ത പദം ത്രിദശപൂജിതം എന്നതാണ്. അപ്പോൾ ത്രിദശന്മാരെന്നാൽ ദേവന്മാരെന്നർത്ഥം. ദ്വാദശാദിത്യന്മാർ, ഏകാദശ രുദ്രന്മാർ, അഷ്ടവസുക്കൾ, 2 അശ്വിനി ദേവന്മാർ എന്നിങ്ങനെ 33 ദേവന്മാരാലും ആരാധിക്കുന്നവനാണ് ധർമ്മശാസ്താവ്. അപ്പോൾ ത്രിദശന്മാരെന്നാൽ ദേവന്മാർ. ആ ദേവന്മാർ നമ്മൾ ദ്വാദശാദിത്യന്മാർ, ഏകാദശ രുദ്രന്മാർ, അഷ്ടവസുക്കൾ, 2 അശ്വിനി ദേവന്മാർ എന്നിങ്ങനെ 33 ദേവന്മാർ ആയിട്ട് കരുതുന്നുണ്ട്. ഈ 33 ദേവന്മാരും ആരാധിക്കുന്നത് ധർമ്മശാസ്താവിനെയാണ്. ദേവേന്ദ്രൻ പോലും ആരാധിക്കപ്പെടുന്നവനാണ് ധർമ്മശാസ്താവ്. നമ്മൾ ശ്ലോകം 1 കണ്ടിരുന്നു, ഹരിദധീശ്വരം ആരാധ്യപാതുകം. ആ പദത്തിൻ്റെ വിശാലമായ അർത്ഥം നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ത്രിദശപൂജിതം ദേവമാശ്രയേ എന്ന് നമ്മൾ ഒരുമിച്ച് 2 പദങ്ങളും കൂടെ ചേർത്തെടുത്താൽ ദേവന്മാരുടെയും ദേവനായ ധർമ്മശാസ്താവിനെ, അയ്യപ്പസ്വാമിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നർത്ഥം. അടുത്ത പദം ചിന്തിതപ്രദം എന്നതാണ്. ചിന്തിതപ്രദം എന്നാൽ ചിന്തിക്കുന്നതെന്തും പ്രദാനം ചെയ്യുന്നവനെന്നാണ്. ചിന്തിക്കുന്നതെന്തും പ്രദാനം ചെയ്യുന്നവൻ, അതാണ് ചിന്തിതപ്രദം. അപ്പോൾ സാധാരണഗതിയിൽ ഭക്തന്മാർ ഭഗവാനോട് ആഗ്രഹത്തോടെ അനേകം കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഭക്തൻ പ്രതീക്ഷിക്കുന്നത് ആ ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കുകയും ചെയ്യും. എന്നാൽ ഭക്തൻ ചോദിക്കാതെ തന്നെ ഭക്തൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത്, എന്താണോ ചിന്തിക്കുന്നത്, ആ ചിന്തിക്കുന്നത് പോലും നൽകുന്നവനാണ് ധർമ്മശാസ്താവ്. ചോദിക്കാതെ തന്നെ ഭക്തരുടെ സകല അഭീഷ്ടങ്ങളും അറിഞ്ഞു നൽകി അനുഗ്രഹിക്കുന്നവൻ എന്ന് താല്പര്യം. അതാണ് ചിന്തിതപ്രദം. അല്ലെ, ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും പ്രദാനം ചെയ്യുന്ന ഭഗവാനാണ് ധർമ്മശാസ്താവ് എന്നർത്ഥം. അല്ലെ, ചിന്തിതപ്രദം ദേവമാശ്രയേ എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ ചിന്തയറിഞ്ഞ് ആ
അഭീഷ്ടങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന ധർമ്മശാസ്താവിനെ അയ്യപ്പസ്വാമിയെ ആശ്രയിക്കുന്നു, ശരണം പ്രാപിക്കുന്നു എന്നർത്ഥം. അങ്ങനെ ഈ ശ്ലോകത്തിൻ്റെ ഒരു സാരം നമ്മൾ നോക്കിയാൽ, ത്രിഭുവനങ്ങളിലും ആരാധിക്കുന്ന ദേവതാസ്വരൂപനും ശിവസ്വരൂപനും ദേവാദിദേവനും ദിവ്യദേശികനും ഭക്തന്മാർ ചോദിക്കാതെ തന്നെ അഭീഷ്ടങ്ങളെ പ്രദാനം ചെയ്യുന്നവനും ഹരിഹരാത്മജനുമായ ശ്രീ ധർമ്മശാസ്താവിനെ ഞാൻ ആശ്രയിക്കുന്നു. ത്രിഭുവനങ്ങളിലും ആരാധിക്കുന്ന ദേവതാസ്വരൂപനും ശിവസ്വരൂപനും ദേവാദിദേവനും ദിവ്യദേശികനും ഭക്തന്മാർ ചോദിക്കാതെ തന്നെ അഭീഷ്ടങ്ങളെ പ്രദാനം ചെയ്യുന്നവനും ഹരിഹരാത്മജനുമായ ശ്രീ ധർമ്മശാസ്താവിനെ അയ്യപ്പസ്വാമിയെ ഞാൻ ആശ്രയിക്കുന്നു, ശരണം പ്രാപിക്കുന്നു എന്ന് അർത്ഥം. അപ്പോൾ ഇതാണ് ശ്ലോകം 5 അർത്ഥതലങ്ങൾ. അപ്പോൾ ഇതിന് ശേഷമുള്ള ഭാഗങ്ങൾ, മറ്റ് ശ്ലോകങ്ങൾ നമ്മൾ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചിന്തിതപ്രദം എന്ന പദത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ചിന്തകൾ പോലും അറിഞ്ഞ് അനുഗ്രഹം തരുന്ന, അഭീഷ്ടങ്ങളെ സാധിച്ചു തരുന്ന ധർമ്മശാസ്താവിൻ്റെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീത പ്രണാമം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. Oh